അപ്പോൾ അതുകൊണ്ട് അതിനേക്കാട്ടിലൊക്കെ വലുതാണ് എനിക്ക് നൃത്തം. അപ്പോൾ ക്ലാസിക്കലിൻ്റെ കൂടുതൽ ആസ്പെക്ട്സ് ഒന്നും അറിയാത്തവരാണ് അധികവും ഇന്നിവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്ത് മനസ്സിന് സന്തോഷവും കുളിർമയും ശാന്തതയും ഒക്കെ തരുന്നുണ്ട്. എൻ്റെ ന്യൂ ഇയർ 2026 ആദ്യത്തെ പെർഫോമൻസ് ഇവിടെ ഈ തൃത്താലയിൽ ഒരു മനസ്സ് നിറഞ്ഞ്, അതായത് പെർഫോം ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു ക്ഷീണം. ഓരോ സ്റ്റേജ് എങ്ങനെയാണ് പറഞ്ഞാൽ, ചില സ്റ്റേജിൽ ആ സ്റ്റേജ് നമ്മളെ ഡ്രെയിൻഡ് ആക്കി കളയും, നമ്മളിങ്ങനെ എനർജി ഇല്ലാണ്ടാക്കി കളയും. ചില സ്റ്റേജ് ദ ഗിവ് എനർജി. അപ്പോൾ ഈ എനർജി തരുന്നതും എടുക്കുന്നതും എല്ലാം ഒരു യൂണിവേഴ്സൽ ഒരു ശക്തിയാണ്. സോ ഈ സ്റ്റേജ് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്, ഇനി ഒരു 3 ഐറ്റം കൂടി കളിക്കാനുള്ള ഒരു സ്ട്രെങ്ത് തരുന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു. ആൻഡ് നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ എം.പി. രാജേഷ് സാറിനോട് വലിയൊരു സന്തോഷം, ഇത്ര നല്ല ആൾക്കാരുടെ ഒരു വലിയൊരു വേദി എനിക്ക് വേണ്ടി ഇവിടെ ഒരുക്കി തന്നതിന്. പിന്നെ സാധാരണ മിനിസ്റ്റേഴ്സൊക്കെ ഇല്ലേ, പരിപാടി കാണുമ്പോൾ ഒരു ഐറ്റം അല്ലെങ്കിൽ 1.5 ഐറ്റം അത് കഴിഞ്ഞാൽ പൊതുവേ പോകാറുണ്ട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് ഒരു കച്ചേരി മുഴുവൻ സാർ ഇന്ന് കാണുമ്പോൾ. ഞങ്ങളെ പരിപാടിക്ക് വിളിച്ചതിനേക്കാൾ വലിയ സന്തോഷമാണ്. നമ്മൾ ഏതൊരു കല അവതരിപ്പിക്കുമ്പോഴും നമ്മളെ വിളിച്ച ആൾക്കാർ അത് നമ്മുടെ മുൻപിലിരുന്ന് സ്നേഹത്തോടെ കാണുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും കാണിക്കുന്ന മനസ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ മനുഷ്യരെ വന്നിട്ട് നമുക്ക് അവരോടൊരു സ്നേഹം തോന്നുന്നതും അടുപ്പം തോന്നുന്നതും, എങ്ങനെയാണ് അവർ ജനങ്ങളുടെ ഇടയിൽ ജനകീയരാകുന്നത് എന്നുള്ളത് ഇങ്ങനെയുള്ള ചില സ്നേഹം നിറഞ്ഞ പെരുമാറ്റങ്ങളിലൂടെയാണ് മനസ്സിലാവുന്നത്. ഒരുപാട് ഈ തൃത്താലയില് ചാലിശ്ശേരിയിലെ നിറഞ്ഞു കവിഞ്ഞ സദസ്സിന് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ഒരു ദിവസമാണ്. കേരളം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരി പറഞ്ഞത് കൂടുതൽ ഊർജം നൽകുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ്. ഇതിനേക്കാൾ വലിയൊരു അംഗീകാരം ഈ സദസ്സിന് നവ്യ നായർ കേരളത്തിലാകെ ആരാധകരുള്ള ചലച്ചിത്ര താരവും നർത്തകിയുമെല്ലാം. പക്ഷെ അതിനപ്പുറം എനിക്ക് നവ്യയോട് ആദരവ് തോന്നിയിട്ടുള്ള കാര്യം, ഒരു സെലിബ്രിറ്റി എന്ന നിലയിലുള്ള ഈ വളരെ ആഘാടം നിറഞ്ഞ ഒരു നവ്യത എന്നെ ആദ്യം നവ്യ വിളിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഉള്ള സ്നേഹമുള്ള ഒരു മനസ്സ് കഷ്ടപ്പെടുന്നവരോടൊക്കെ അത്തരം അനുകമ്പയും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അതിനുവേണ്ടി നമ്പറൊക്കെ തപ്പിയെടുത്ത് വിളിച്ചത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അങ്ങനെയാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. വേറിട്ടൊരു കലാകാരിയാണ്. ശ്രദ്ധയായ കലാകാരി മാത്രമല്ല, നല്ല മനുഷ്യപ്പെട്ട ഒരാളാണ് എന്നാണ് എനിക്ക് വലിയ സന്തോഷം. ഓരോന്നത്തെ കുറിച്ച് ഞാനൊന്ന്